വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒക്ടോബർ മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC പരീക്ഷകൾ, ഏത് പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി എടുത്ത് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നോബൽ പ്രൈസ് 2025 രസതന്ത്ര വിഭാഗത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു. 2025 രസതന്ത്ര നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചു. 3 ഗവേഷകർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. എത്ര പേർക്കാണ് 2025 കെമിസ്ട്രി നോബൽ പ്രൈസ് 2025 ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം 3 പേർ. സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാക്കി എന്നിവരാണ് രസതന്ത്ര നോബലിന് അർഹരായത്. ആരൊക്കെയെന്ന് ചോദിച്ചാൽ സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി. എന്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കെമിസ്ട്രി 2025 നോബൽ പ്രൈസ് ലഭിച്ചത് 3 പേർ: സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാക്കി. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഒന്നും കൂടി പറയാം. 2025 രസതന്ത്ര നോബൽ പ്രൈസ് 3 പേർക്കാണ്: സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാക്കി എന്നീ 3 പേർക്കാണ് രസതന്ത്രത്തിന് നോബൽ ലഭിച്ചത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം. സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാക്കി. അടുത്ത ചോദ്യം: സംസ്ഥാന സ്കൂൾ കായികമേളയായ കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025 ഒക്ടോബറിൽ വേദിയാകുന്നത്. ഉത്തരം തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികമേളയായ കേരള സ്കൂൾ ഒളിമ്പിക്സിന് 2025 ഒക്ടോബറിൽ വേദിയാകുന്നത്. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം: ഭരണ നേതൃത്വത്തിൽ ഇടവേളകളില്ലാതെ 1/4 നൂറ്റാണ്ടിലേക്ക് 25 വർഷം കടന്ന നേതാവ്. ഉത്തരം നരേന്ദ്രമോദി. ഭരണ നേതൃത്വത്തിൽ ഇടവേളകളില്ലാതെ 1/4 നൂറ്റാണ്ട് 25 വർഷക്കാലം കടന്ന നേതാവിൻ്റെ പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സ്കൂൾ കായികമേളയായ കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025 ഒക്ടോബറിൽ നടക്കുന്ന വേദി തിരുവനന്തപുരം. ഭരണ നേതൃത്വത്തിൽ ഇടവേളകളില്ലാതെ 1/4 നൂറ്റാണ്ടിലേക്ക് 25 വർഷം കടന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം: കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളിയെ ഏർപ്പെടുത്തിയ VS അച്യുതാനന്ദൻ കേരള പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം S. രാമചന്ദ്രൻ പിള്ള. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന VS അച്യുതാനന്ദൻ കേരള പുരസ്കാരത്തിന് അർഹനായത് S. രാമചന്ദ്രൻ പിള്ള. അടുത്ത ചോദ്യം: ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകിയ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട സർവകലാശാലകൾ. ഉത്തരം MG സർവകലാശാല, കേരള സർവകലാശാല. ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകിയ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട സർവകലാശാലകൾ MG സർവകലാശാല, കേരള സർവകലാശാല. അടുത്ത ചോദ്യം: ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ വനിതാ ചികിത്സാ പദ്ധതി. ഉത്തരം ജനനി. ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ വനിതാ ചികിത്സാ പദ്ധതി ജനനി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന VS അച്യുതാനന്ദൻ കേരള പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം S. രാമചന്ദ്രൻ പിള്ള. അടുത്ത ചോദ്യം: ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകിയ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട സർവകലാശാലകൾ MG സർവകലാശാല, കേരള സർവകലാശാല. ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ വനിതാ ചികിത്സാ പദ്ധതി ജനനി. അടുത്ത ചോദ്യം: സൈബർ സുരക്ഷാ രംഗത്തെ രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസ്. ഉത്തരം കോക്കൂൺ 2025. വേദി കൊച്ചി ഗ്രാൻഡ് ഹയാത്ത്. സൈബർ സുരക്ഷാ രംഗത്തെ
രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസാണ് കോക്കൂൺ 2025. വേദി കൊച്ചി ഗ്രാൻഡ് ഹയാത്ത്. അടുത്തത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ. ഉത്തരം ദക്ഷിണാഫ്രിക്ക. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ. ഉത്തരം ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. കോപ്പർഗാവ, മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് കോപ്പർഗാവ, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്. ബലോദ്, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് ബലോദ്, ഛത്തീസ്ഗഡ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് അക്കോ ടെക് ഉദ്ഘാടനം ചെയ്തത്. ഉത്തരം അസം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് അക്കോ ടെക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏത്? ഉത്തരം അസം. ഒന്നുകൂടി നോക്കാം. സൈബർ സുരക്ഷാ രംഗത്ത് രാജ്യത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസ് കോക്കൂൺ 2025. വേദി കൊച്ചി ഗ്രാൻഡ് ഹയാത്ത്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ദക്ഷിണാഫ്രിക്ക. രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് കോപ്പർഗാവ, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് ബലോദ്, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് അക്കോടെക് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം അസം. ഈ വീഡിയോ മുഴുവനായും കണ്ട് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ 2025. എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്